എങ്ങനെ കറങ്ങിത്തിരിഞ്ഞാലും ഈ ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും ഒക്കെ തലേന്നാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുക. എന്താണെന്നറിയില്ല, അതങ്ങോട്ട് ബ്ലഡിൽ അലിഞ്ഞു പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഭദ്രബിക്ക് വാങ്ങിച്ച ഷർട്ടും അടിക്കാൻ കൊടുത്ത് ഞങ്ങൾ നേരെ വിട്ടത് സിൽക്ക് മന്ദിറിലേക്കാണ് സാരി മേടിക്കാൻ വേണ്ടിയിട്ട്. സാരി ഷോപ്പിങ്ങിൽ വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും ഒരുവിധം ഒപ്പിച്ചു എന്ന് വേണം പറയാൻ. ഞാനിവിടെ കഷ്ടപ്പെട്ട് സാരി സെലക്ട് ചെയ്യുന്ന സമയത്ത് അച്ഛനും മോനും അവിടെ സെൽഫി എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴാണ് നല്ലൊരു അടിപൊളി വിഷുക്കണി അവരവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഭദ്രദീപിനെ നിർത്തി ഒരു 4-5 ഫോട്ടോ ഞാൻ അങ്ങോട്ട് ഒപ്പിച്ചു. പിന്നെ സാരി ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ചു. ആൻഡ് അപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കടയിൽ കയറി ചായ കുടിച്ച് ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മോളിലേക്കാണ്. എല്ലാം ഒരു കുടക്കയിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അപ്പോഴാണ് ബദ്രി ആ ട്രെയിൻ കണ്ടത്. ആ ട്രെയിനിൽ കയറണം എന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ബദ്രീനെ കയറ്റാനൊന്നും കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ നേരെ പോണ വഴിക്ക് ഞങ്ങൾ ലിപ്സ്റ്റിക്ക് കട കണ്ടു. ഒരു ഫ്ലീ മാർക്കറ്റായിരുന്നു തോന്നുന്നു. അവിടെ കയറി ലിപ്സ്റ്റിക്കും വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോയത് ലൂയിസ് ഫിലിപ്പിൽ അച്ഛൻ്റെ ബനിയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബനിയൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം സൈസ് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ നമ്മൾ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. ഈ ബോർഡ് കണ്ട ആരും ഒന്ന് നിൽക്കുമല്ലോ അല്ലേ. ഞാനും നിന്നു ഗൈസ്, ഞാനും നിന്നു. ഞാൻ അവിടെ നിന്നെല്ലാം സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാം വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചു. വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ജ്യൂസ് കുടിക്കാനാണ് തോന്നുന്നത്. അപ്പം വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഫുൾ വിഷു മോഡ് ഓണായി. ഞങ്ങൾ പടക്കം പൊട്ടിച്ചു, എല്ലാം നല്ല വൈബായിരുന്നു.